പൊലാശ്ശേരി റോഡാണ്. ഇതിൻ്റെ ശോചനീയാവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് നാട്ടുകാരുമായിട്ട് ഈ റോഡ് ഇങ്ങനെ ടാർ ചെയ്തിട്ട് എത്ര നാളായി? ഈ റോഡ് ഏതാണ്ട് ഇലക്ഷൻ മുമ്പ് ടാർ ചെയ്ത BC നിലവാരത്തിൽ ടാർ ചെയ്യാനായിട്ട് സർക്കാർ 12 കോടി രൂപ അനുവദിച്ച് ടാർ ചെയ്താണ്. പള്ളിക്കര മുതൽ HOC ജംഗ്ഷൻ വരെയാണ് ഇതിന്റെ ടാറിങ് BMBC നിലവാരത്തിൽ. ഇത് 2 മാസം മുമ്പ് BM ചെയ്ത റോഡാണ്. ഇത് പള്ളിക്കര മുതൽ HOC വരെ പൊട്ടിപ്പൊളിഞ്ഞ് റോഡ് വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനെതിരെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ പല പ്രാവശ്യവും സമീപിച്ചിട്ടും ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഇതിന്റെ പരാതികൾ വിജിലൻസ് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് PWD എല്ലാവർക്കും പരാതി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇട്ടിരിക്കുന്ന GSP വളരെ നിലവാരം കുറഞ്ഞ ഇതിനാണ് ചെയ്തിരിക്കുന്നത്. ഇത് മുഴുവൻ ഈ പൊളിച്ചത് കംപ്ലീറ്റ് പൊളിച്ചു മാറ്റിയതിനു ശേഷം അവിടെ പുതിയ GSP ഇട്ട് നിലവാരമുള്ള GSP ഇട്ടത് പണിതാലാണ് ശാശ്വതമായി ഇത് റോഡ് പൂർണ്ണമായി നിൽക്കുകയുള്ളൂ. ഇത് എത്ര കോടി രൂപയുടെ വർക്കാണ്? ഇത് 12 കോടി രൂപയുടെ ശബരിമല ഇതിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന വർക്കാണ്. ഇത് ഏതാണ്ട് 10 കിലോമീറ്ററോളം ലെങ്ത് വരും, 10-9 കിലോമീറ്റർ ലെങ്ത് വരുന്ന റോഡാണ്. കിലോമീറ്ററിന് ഏതാണ്ട് 1.25 കോടി രൂപയിലും മുകളിൽ എസ്റ്റിമേറ്റ് റേറ്റ് ഉള്ളതാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള GSP എന്ന് പറയുന്നത് സ്ലറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മെറ്റലിനും ക്രഷർ പൊടിയും മറ്റും എംസാൻഡ് ഉപയോഗിക്കുന്നതിന് പകരം പൂർണ്ണമായിട്ടും സ്ലറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ സ്ലറിയുടെ ക്വാണ്ടിറ്റി തന്നെ കൂടുതലായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ പൊളിഞ്ഞിട്ടുള്ളത്. ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു പ്രഹസനം എന്ന നിലയ്ക്ക് മുൻ MLA മോറക്കാല ഭാഗത്തൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ പൊളിച്ച് രണ്ടാമത് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും അത് അന്നേരം ഒന്ന് കണ്ണിൽ ഇടുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. BM ചെയ്തതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം ഇത് പൊളിഞ്ഞു പോയപ്പോൾ അന്ന് നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പള്ളിക്കര പൗരസമിതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ MLA വന്ന് ഈ ഭാഗം പരിശോധിക്കുകയും അത് കോൺട്രാക്ടറെയും എഞ്ചിനീയറെയും ഒക്കെ വിളിച്ചു വരുത്തി അവരെ ഷൗട്ട് ചെയ്യണ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അതിനുശേഷം ചെയ്ത ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നതും അതിനുശേഷം ചെയ്തതും വീണ്ടും പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ അമ്പലപ്പടി വിട്ട് അപ്പുറത്തോട്ടുള്ള ഭാഗങ്ങൾ അന്ന് മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല. രണ്ടാമത് ചെയ്യാൻ പറഞ്ഞിട്ട് അതുപോലും ചെയ്തില്ല. ഇത്രയും ഭാഗം മാത്രമേ രണ്ടാമത് ചെയ്തു പോയതാണ്. ഇത് മൂവാറ്റുപുഴ ഡിവിഷന്റെ പുത്തൻകുരിശ് സബ് ഡിവിഷന് കീഴിലുള്ള ഏരിയയാണിത്. PWDക്ക് നമ്മൾ മുൻകാലങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിക്കൊന്നും നാളിതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. നമ്മൾ വിജിലൻസിന് പരാതി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. പുതിയ മന്ത്രിസഭ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട് ഇതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിന് പള്ളിക്കര പൗരസമിതിയുടെ നേതൃത്വത്തിൽ വിജിലൻസിനും പുതിയ PWD മിനിസ്റ്റർക്കും എല്ലാവർക്കും പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ.